ചെന്നിത്തല പെരുന്നയിലേക്കും സതീശൻ മാരാമണ്ണിലേക്കും ലീഗിന്റെ വോട്ട് സഞ്ചിയിലാക്കി പ്രിയങ്കയും. കേരളത്തിലെ മാറി മറിയുന്ന സാമുദായിക സമവാക്യങ്ങൾ ഗുണകരമാവുക ആർക്ക്? ഏറെക്കാലമായി NSS നേതൃത്വവും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലുണ്ടായിരുന്ന അകൽച്ച ഇല്ലാതാകുന്നുവെന്ന സൂചനകളാണ് പെരുന്നയിൽ നിന്ന് ലഭിക്കുന്നത്. വരുന്ന മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുകയാണ് NSS നേതൃത്വം. ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായതിനെ തുടർന്നായിരുന്നു നേതൃത്വവും രമേശ് ചെന്നിത്തലയും തമ്മിൽ അകൽച്ചയുണ്ടായത്. തന്നെ വെറും നായർ നേതാവായി മുദ്രകുത്തിയെന്ന പരാതിയായിരുന്നു ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തലയും NSS നേതൃത്വവും തമ്മിലുള്ള അകൽച്ചയ്ക്ക് 8 വർഷത്തെ പഴക്കമുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തുടക്കത്തിൽ KPCC അധ്യക്ഷ പദവിയിലായിരുന്നു രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നത്. തുടർന്നാണ് മന്ത്രിസഭയിൽ ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം വേണമെന്ന ആവശ്യവുമായി സുകുമാരൻ നായർ രംഗത്ത് വരുന്നത്. എന്നാൽ അപകടം മണത്ത ചെന്നിത്തലയ്ക്ക് സുകുമാരൻ നായരുടെ പ്രസ്താവനയെ അന്ന് തള്ളിപ്പറയേണ്ടി വന്നു. ഇതാണ് ചെന്നിത്തല NSS അകൽച്ചയിലേക്ക് നയിച്ചത്. നായർ സമുദായത്തിന്റെ ആളായി തന്നെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നു എന്നതായിരുന്നു ചെന്നിത്തല ഉയർത്തിയ പ്രധാന ആരോപണം. കോൺഗ്രസിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ചർച്ച സജീവമാകുന്നതിനിടെയാണ് ജനുവരി 2-ന് മന്നം ജയന്തി സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷകനായി എത്തുന്നത്. കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VD സതീശനോ ചെന്നിത്തലയോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. NSS നേതൃത്വത്തിനും രമേശ് ചെന്നിത്തലയ്ക്കും ഇടയിലുള്ള മഞ്ഞുരുകുന്നതോടെ കേരളത്തിലെ പ്രബല സമുദായമായ NSSന്റെ പിന്തുണ ചെന്നിത്തലയ്ക്ക് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നിലവിൽ മുസ്ലിം ലീഗിനും താല്പര്യം ചെന്നിത്തലയോടാണ്. അങ്ങനെയെങ്കിൽ VD സതീശനേക്കാൾ സാമുദായിക പിന്തുണ ലഭിക്കുക ചെന്നിത്തലയ്ക്കായിരിക്കും. ഇതിനിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനായി VD സതീശനെ മാർത്തോമാ സഭ ക്ഷണിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 15-ാം തീയതി നടക്കുന്ന യുവജന സമ്മേളനത്തിൽ സംസാരിക്കാനാണ് VD സതീശനെ ക്ഷണിച്ചിരിക്കുന്നത്. 130 വർഷത്തെ ചരിത്രമുള്ള മാരാമൺ കൺവെൻഷനിൽ രാഷ്ട്രീയക്കാർ പങ്കെടുക്കാറുണ്ടെങ്കിലും പ്രസംഗിക്കാൻ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അവസരം ലഭിച്ചിട്ടുള്ളൂ. CV കുഞ്ഞിരാമൻ, അച്യുതമേനോൻ, ശശി തരൂർ തുടങ്ങിയവരാണ് മുൻപ് കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ. അടുത്തിടെ ക്രൈസ്തവ സഭകളുടെ മിക്ക വേദികളിലും മുഖ്യ അതിഥിയായി VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ഈ ബന്ധം ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണയായി കാണേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേടിയ മികച്ച വിജയം സതീശന് ഗുണം ചെയ്യുമെങ്കിലും ചേലക്കരയിൽ കനത്ത പ്രഹരമാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. VD സതീശൻ മുഴുവൻ സമയവും ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവെങ്കിലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിനായില്ല. ഇത് സതീശന് തിരിച്ചടിയായിരിക്കുകയാണ്. അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പും VD സതീശൻ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളിയാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ എല്ലാം പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കുമെന്ന ചർച്ചകൾക്കിടെ ലഭിക്കുന്ന NSS പിന്തുണ ചെന്നിത്തലയ്ക്ക് ഗുണകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയങ്കയെ ഉപയോഗിച്ച് മുസ്ലിങ്ങളെയും ചെന്നിത്തല വഴി നായർ വോട്ടും സതീശൻ വഴി ക്രിസ്ത്യൻ വോട്ടും സമാഹരിച്ച് ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ കോൺഗ്രസിന്റെ ഈ അടവ് നയത്തിൽ കേരളത്തിലെ പ്രബല സമുദായങ്ങൾ വീഴുമോ എന്നറിയണമെങ്കിൽ ഇനിയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും. അതിനിടയിൽ ഇനിയും സാമുദായിക സമവാക്യങ്ങൾ മാറി മറിയാനും സാധ്യതകൾ ഏറെയാണ്.